ദിവസവും നമ്മൾ ജീവിതത്തിൽ വളരെ ബിസി ആയിട്ട് ഓരോ തിരക്കിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. നമുക്ക് ഒട്ടും സമയം തന്നെ ഇല്ല എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ രാവിലെ മുതൽ ഈവനിങ് വരെ അല്ലെങ്കിൽ രാത്രി വരെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. പക്ഷേ അതിന് തക്കതായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ ലൈഫിലോട്ട് വരുന്നില്ല എങ്കിൽ നമുക്ക് ഓരോ ബിസിനസ് ചെയ്യുവാണെങ്കിലും നമുക്കൊരു തൊഴിൽ ചെയ്യുവാണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 1,00,000 രൂപയെങ്കിലും നമ്മുടെ പോക്കറ്റിൽ ഇടാനായിട്ട് ഇല്ല അല്ലെങ്കിൽ മാറ്റി വെക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്നത് ഒരു ബിസിനസ് അല്ല, അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗ്ഗമാണ്. സോ നമ്മളുടെ ടൈം എവിടെയാണ് വേസ്റ്റ് ആയി പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ സമയത്തിനെ കൃത്യമായിട്ട് വിലയിരുത്തി നമുക്ക് കൂടുതൽ നമ്മുടെ ലൈഫിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് വിലയിരുത്തി നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന് കൂടുതൽ നമ്മുടെ ലൈഫിനെ പ്രൊഡക്റ്റീവ് ആക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഉണ്ടോ, നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു 2 മണിക്കൂർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസുകളും മറ്റുള്ള കാര്യങ്ങളും ന്യൂസും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഒരു 2 മണിക്കൂർ നമ്മൾ ഒരു ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു വർഷത്തിലെ നമ്മുടെ 30 ദിവസമാണ് പോകുന്നത്. സോ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനെ തടയിടണം. കാരണം നമ്മളുടേതല്ലാത്ത മേഖലയെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റീവ് അല്ലാത്ത നമുക്കുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിനല്ലാതെ നമ്മൾ ഒരുപാട് സ്ക്രീൻ പ്ലേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കും. സോ അത് നമ്മുടെ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. സോ അതിനെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയമായിട്ട് നമ്മൾ വിനിയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് വിളിക്കണം വാ നമുക്ക് കമ്പനി കൂടി പോകാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ലാത്ത ഒരു കാര്യത്തിനാണെങ്കിൽ നമ്മൾ നോ പറയാനായിട്ട് കൃത്യമായി പഠിച്ചിരിക്കുക. അതിനകത്ത് ഇമോഷണൽ കണക്ഷൻസ് ഒന്നും നോക്കേണ്ടതായിട്ടില്ല. നമുക്കുടെ ഗ്രോത്തിനും നമ്മുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനും നമ്മുടെ ഹാപ്പിനെസ്സിനും ഒക്കെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിന് നോ പറയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കും. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് ഫെയിലിയേഴ്സ് കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. സോ നമുക്ക് ആ ഒരു ഹാബിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരു വളരെ വലിയൊരു സക്സസ് നേടാൻ വേണ്ടിയിട്ടൊരു ഇൻഡ്യൂഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇന്ന് വേണ്ട, നാളെ മതി, നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് നമ്മുടെ നോൺ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയാണ് എന്ന് പറയാം. സോ അതിനെ നമുക്ക് ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മൾ ഇന്നിപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, ഞാനിന്ന് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എനിക്കിന്ന് പറ്റില്ല, ഇന്ന് വേണ്ട നാളെ എടുക്കാം, ഇന്ന് അത്ര നല്ല രസമുള്ള ദിവസമല്ല, നാളെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്, നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്ന വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നമുക്ക് നഷ്ടമാകുന്നത്. അല്ല, ഞാനിപ്പം ഓർക്കുന്നൊരു കഥയുണ്ട്. അതായത് ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ മടിയനായിട്ടൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ ജോലികളൊന്നും ചെയ്യാനായിട്ട് താല്പര്യമൊന്നുമില്ല, അങ്ങനെ ഒരു വ്യക്തി. സോ അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കഥയാണ് കേട്ടോ, രാജാവ് പ്രത്യക്ഷപ്പെടുകയാണ്, രാജാവ് വരികയാണ്. അപ്പോൾ പറഞ്ഞു, എന്താണ് നിന്റെ പ്രശ്നം, നിനക്ക് എന്താണ്? അപ്പോൾ എന്നും പരാതിയാണ്, എനിക്ക് അതില്ല ഇതില്ല എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയുള്ള സമയത്ത് രാജാവ് ചോദിച്ചു, നിനക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൊട്ടാരത്തിൽ വന്നാൽ ഞാൻ തരാം, അതോടുകൂടി നിന്റെ കഷ്ടപ്പാടെല്ലാം മാറുമല്ലോ എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി, ചുമ്മാ ഇരുന്നുകൊണ്ട് കുറച്ച് സ്വർണ്ണ നാണയം കിട്ടുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ രാജാവ് പറഞ്ഞിട്ടുണ്ട്, ഒരു ചാക്കുമായിട്ട് വന്നാൽ മതി, കുറച്ച് സ്വർണ്ണ നാണയങ്ങളെ തന്നു വിടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്നാൽ നിങ്ങൾ പെട്ടെന്ന് വെക്കം ചെല്ല്, അത് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പറയുമ്പോൾ, ഇന്ന് എനിക്ക് നല്ല വിശപ്പുണ്ട്, നീ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി താ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഭാര്യ വിളിച്ചുണർത്തുകയാണ്, രാജാവിൻ്റെ അടുത്തോട്ട് ചെല്ലുക, കൊട്ടാരത്തിൽ സന്ധ്യയ്ക്ക് മുന്നേ ചെല്ലേണ്ടതല്ലേ, സന്ധ്യയ്ക്ക് മുന്നേ ചെന്നാലാണ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം യാത്ര പോവുകയാണ്. യാത്രയായി ചെന്ന് കഴിയുമ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ വെയിലിൻ്റെ ക്ഷീണം കൊണ്ട് കുറച്ചു നേരം മരത്തണലിൽ വിശ്രമിച്ചു. അങ്ങനെ അവിടെ കിടന്ന് കുറച്ചു നേരം ഉറങ്ങി, വളരെ ലേസി ആയിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷമാണ് ഓർത്തത്, അയ്യോ സമയമായല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും എഴുന്നേറ്റ് നടക്കുകയാണ്. അങ്ങനെ നടന്ന് കൊട്ടാരത്തിൻ്റെ വാതിൽക്ക് എത്തിയപ്പോഴത്തേക്ക് സന്ധ്യസമയം കഴിഞ്ഞിരുന്നു. അപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് അറിയിപ്പ് പോയി, സൈന്യാധിപൻ പോയി അറിയിച്ചു. അപ്പോൾ പറഞ്ഞു, കയറ്റി വിടണ്ട, കാരണം സമയം കഴിഞ്ഞു, അദ്ദേഹത്തിന് കൊടുത്ത സമയം കഴിഞ്ഞു.
ഇങ്ങനെ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കിട്ടാമെന്ന് പറഞ്ഞിരുന്ന ആ അബണ്ടൻസ്, ആ കിട്ടാമെന്ന് പറഞ്ഞിരുന്ന അത്രയും സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് ലൈഫ് ലോങ് ജീവിതത്തിൽ വെറുതെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാകത്തിനുള്ള സമ്പാദ്യം അദ്ദേഹത്തിന് നഷ്ടമാവുകയാണ് ചെയ്തത്. സോ അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ വരുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ ഈ കാണുന്ന ഭൂമിയിൽ ഇപ്പോൾ നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് അബണ്ടൻസ് ഉണ്ട്. നമ്മളത് കാണുന്നില്ല. അത് കണ്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അങ്ങനെ ഒരു ട്രഷർ ഉണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ഏതൊരു മേഖല എടുത്താലും അതിലൊരു ട്രഷർ ഉണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ വീണ്ടും അതിനകത്തേക്ക് പരിശ്രമിക്കാതെ നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നെങ്കിൽ അത് പ്രൊക്രാസ്റ്റിനേഷൻ നമ്മുടെ ലൈഫിനെ നശിപ്പിക്കും. സോ ഈ ഒരു സ്റ്റോറി നമ്മൾ ഓർക്കുക. ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളത് നമ്മുടെ ഒരു മടി കൊണ്ടിട്ട് വെറുതെ ഇരുന്നിട്ട് അത് ലഭിക്കാതെ പോവുകയാണെങ്കിൽ അത് നമുക്ക് ലൈഫിൽ എത്രമാത്രം നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ഓർത്ത് വെക്കാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുമ്പോഴേ നമ്മളുടെ ചുറ്റിനുള്ള അബണ്ടൻസ് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഏതൊരു മേഖല എടുത്താലും അതിനകത്ത് അബണ്ടൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനകത്തോട്ട് പ്രവർത്തിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ആണ് നമ്മുടെ നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മുടെ നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂട്ടുന്ന ഒരു കാര്യം. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന ഒരു കാര്യത്തിൽ, അതായത് ഏറ്റവും വൃത്തിയായിട്ടുള്ള ഒരു കാര്യത്തിന് ഫോക്കസ് ഇല്ലാണ്ടായിപ്പോൾ നമുക്ക് ലൈഫിലേക്ക് ഏറ്റവും വൃത്തിയായിട്ടുള്ളതും നമ്മുടെ ലൈഫിൽ ഏറ്റവും ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടൻസ് കൊണ്ടുതരുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും അതിനകത്ത് കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മൾട്ടി ടാസ്കിങ് നമ്മളുടെ ലൈഫിലെ നോൺ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനെ കൂട്ടുന്ന ഒരു കാര്യമാണ്. സോ മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ് വേണ്ടത്. ഏറ്റവും നന്നായിട്ട് പറയുകയാണെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ 99 തിങ്സിനോടും വേണ്ട എന്ന് പറഞ്ഞിട്ട് 1 തിങ്ങിനകത്ത് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാനാണ്. എന്നെ പഠിപ്പിക്കുന്ന ഒരു മെൻറ്ററുണ്ട്. അദ്ദേഹം പറയുന്നത് 99 തിങ്സിനെയും അവോയ്ഡ് ചെയ്തിട്ട് ഓൺലി 1 തിങ്ങിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാര്യത്തിനകത്ത് വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഉള്ള നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യുക. എല്ലാ ടൈമും നമ്മളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സ്കില്ലിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും മാത്രം വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ.